ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാന ബജറ്റ് അവതരണത്തിന് ശേഷമുള്ള ആദ്യത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണ നടപടികൾ ആരംഭിച്ചു. വിതരണത്തിനായി 600 കോടി രൂപ അനുവദിച്ചതിനു പിന്നാലെയാണ് സുപ്രധാന തീരുമാനം എത്തിയിരിക്കുന്നത്. 2025 ജനുവരി മാസത്തിൽ 1600 രൂപയോടൊപ്പം കുടിശ്ശികയും ചേർത്ത് 3200 രൂപയാണ് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നത്. ജനുവരി മാസം 3200 രൂപ ലഭിച്ചവർക്ക് ഫെബ്രുവരി മാസത്തിലും 1600 രൂപ ലഭിക്കും എങ്കിൽ മാർച്ച് മാസം മുതൽ പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ തുക വിതരണം ഉണ്ടായിരിക്കുക. തിങ്കളാഴ്ച മുതൽ സോഷ്യൽ ഓഡിറ്റിന്റെ ഭാഗമായുള്ള പരിശോധനകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കും. ഫിനാൻഷ്യൽ ഇൻസ്പെക്ടർ സ്ക്വാഡ് പ്രത്യേകം രൂപീകരിച്ച സ്ക്വാഡുകളാണ് പരിശോധന നടത്തുന്നത്. വാർഡ് അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണിത്. ഇപ്പോൾ പരിശോധന നടത്തിയതിൽ കഴിഞ്ഞ ദിവസം 15 വീടുകളിൽ പരിശോധന നടത്തിയതിൽ 12 വീടുകളിലും അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നവരാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വീടിന്റെ ഭൗതിക നിലവാരമാണ് പരിശോധിക്കുന്നത്. പെൻഷൻ ശുദ്ധീകരിക്കൽ സംസ്ഥാന ബജറ്റിൽ സർക്കാർ പറഞ്ഞതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കർശന പരിശോധന നടത്തുന്നത്. ജില്ലാ ധനകാര്യ ഓഫീസർ അടങ്ങുന്ന ഒരു സംഘം ആളുകളാണ് എത്തിച്ചേരുക. നമ്മുടെ വീടുകളിലും ഉടൻ തന്നെ എത്തിച്ചേരും. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ, പെൻഷനുകൾ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ കുടിശ്ശികയായി കിടക്കുന്ന ആനുകൂല്യങ്ങളുടെ വിതരണം ആരംഭിച്ചു. ക്ഷേമ പെൻഷൻകാർക്ക് 3 മാസത്തെ പെൻഷൻ തുകയായ 4800 രൂപ മാത്രം ബാക്കി നിൽക്കുമ്പോൾ നിർമ്മാണ തൊഴിലാളി പെൻഷൻകാർക്ക് 15 മാസത്തോളം വരുന്ന കുടിശ്ശികയാണ് നൽകാനുള്ളത്. പെൻഷൻ മുടങ്ങിയതും നിരവധി ആളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. മാസം തോറും 1600 രൂപ വീതം വിതരണം ചെയ്യേണ്ട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 15 മാസമായി കിട്ടുന്നില്ല. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് തൊഴിലാളികൾ മാസം തോറും 50 രൂപ വീതം അടക്കുന്നുമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് തുക മുടങ്ങി എന്നാണ് തൊഴിലാളികൾ സർക്കാരിനോട് ചോദിക്കാനുള്ളത്. ഇതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബന്ധയും ക്ഷാമാശ്വാസയും കൊടുത്തു തീർക്കാനുമുണ്ട്. പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ 4ാം ഗഡുവും അനുവദിച്ചാണ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. ധനപെൻഷൻ വകുപ്പിൽ നിന്നാണ് ഉത്തരവിറങ്ങിയത്. പെൻഷൻ കുടിശ്ശിക വിവിധ ഘട്ടങ്ങളിലായിട്ട് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. 2 ഗഡു ഒരുമിച്ച് വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ 1 ഗഡു മാത്രമാണ് വിതരണം ചെയ്യാൻ കഴിഞ്ഞത്. അതായത് 4ാമത്തെ ഗഡു ഫെബ്രുവരി മാസം തന്നെ വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി മാസത്തിൽ തന്നെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാനത്തെ ഗഡുവും വിതരണം ചെയ്യുമെന്നുള്ള അറിയിപ്പുകളാണ് ട്രഷറി ഡയറക്ടർ സ്വീകരിക്കണമെന്നും ഉത്തരവിറക്കിയിരുന്നു. ഇതോടെ 11ാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക മുഴുവനായിട്ടും ഗുണഭോക്താക്കൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ PM കിസാൻ സമ്മാൻ നിധിയിൽ കാര്യമായ വർധനവ് കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാർ. നാളുകളായിട്ട് കിസാൻ സമ്മാൻ നിധി കർഷകർക്ക് വർഷത്തിൽ 6000 രൂപയാണ് ലഭിക്കുന്നത്. 2000 രൂപ വീതം 3 ഘട്ടമായാണ് വിതരണം ചെയ്യുന്നത്. ഇത് 8000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. വർഷത്തിൽ 4 തവണ 2000 രൂപ വിതരണം ചെയ്യാനാണ് സർക്കാരിൻ്റെ തീരുമാനം. ഇതൊരിക്കലും നമ്മൾ തിരിച്ചടക്കേണ്ടതില്ല. 25 ലക്ഷത്തോളം വരുന്ന കർഷകരാണ് ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത്. കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കൾ നിങ്ങൾ പണം മുടങ്ങാതെ ഇലക്ട്രോണിക് KYCയും ലാൻഡ് സീഡിങ്ങും ചെയ്തിരിക്കണം. എങ്കിൽ നിങ്ങൾക്ക് മുടങ്ങാതെ 2000 രൂപ എത്തിച്ചേരും. ഇനി നമുക്ക് ലഭിക്കാനുള്ളത് 19ാമത്തെ ഗഡുവാണ്. ഫെബ്രുവരി മാസം പകുതിയോടെ തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ തുക എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.